ഹായ് എവരി വൺ, ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പുതിയൊരു ടോപ്പിക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ്. ഇപ്പൊ നമ്മൾ അനിമൽസിന്റെ കേസിലുള്ള ലൈഫ് പ്രോസസ് ഒക്കെ പറഞ്ഞു അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ ഡിസ്കസ് ചെയ്തത്? നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് ഒക്കെ പറഞ്ഞു. ഹാർട്ടിന്റെ ഫംഗ്ഷന്റെ കാര്യം, അതായത് വർക്കിങ്ങിന്റെ കാര്യം, അതുപോലെ ഇവിടെ ഡബിൾ സർക്കുലേഷൻ്റെ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ തുടങ്ങി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ബ്ലഡ് വെസലിനെ പറ്റിയിട്ടും അതിന്റെ സ്പെഷ്യാലിറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കണം. ആർട്ടറിന്റെയും വെയിൻ്റെ ഒക്കെ ഡിഫറൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത്? ഒരു ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ, ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആരാണ് അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ മീഡിയം എന്ന് പറയാവുന്ന ലിംഫിനെ പറ്റി കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ പറ്റി തന്നെയാണ്, പക്ഷെ ആരുടെ കേസിലാണ്? പ്ലാന്റ്സിന്റെ കേസിലാണ്. നമുക്കറിയാം പ്ലാന്റ്സിന്റെ കേസിൽ ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് ഏത് ഗ്യാസ് വേണമെന്ന് പറഞ്ഞത്? കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അതുപോലെ റെസ്പിറേഷന്റെ കേസിൽ അതിന് ഇൻഹെയിൽ ചെയ്യണം. പ്ലാന്റ് ഒരു ഓർഗാനിസം ആണ്, അത് ഇൻഹെയിൽ ചെയ്യുന്നത് ഓക്സിജൻ തന്നെയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ ഇൻഹെയിൽ ചെയ്യുന്ന പോലെ ഓക്സിജൻ ഇൻഹെയിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ എക്സ്ഹെയിൽ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പക്ഷെ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് ആ കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നും പുറത്തേക്ക് എന്ത് ചെയ്യില്ല, എക്സ്ഹെയിൽ ചെയ്യൂല. അത് ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടി ഉപയോഗിക്കും. എന്നിട്ട് പിന്നെ ആരെയാ പുറത്തേക്ക് തരിക, ആരെ എക്സ്ഹെയിൽ ചെയ്യുക? ഈ ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഓക്സിജൻ ആയിരിക്കും അപ്പോൾ കൂടുതലായിട്ട് പുറത്തേക്ക് വരിക. നൈറ്റ് ടൈമിൽ ഫോട്ടോസിന്തസിസ് ഇല്ലാത്തതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ പുറത്തേക്ക് വരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ എനിവേ പ്ലാന്റ്സിന് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ മാത്രം മതിയോ ഫോട്ടോസിന്തസിസ് നടത്താൻ? പോരാ. നമുക്കറിയാം കാർബൺ കോമ്പൗണ്ട് അല്ലെങ്കിൽ മിനറൽസ് ഒക്കെ വേണ്ടി വരും അല്ലേ. കാർബൺ കോമ്പൗണ്ട് ആയിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത് പറയാം. പക്ഷെ പ്ലാന്റിന്റെ ഗ്രോത്തിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും വേണം. ഇനി പ്ലാന്റ് ഗ്രോത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് മിനറൽസും കാര്യങ്ങളൊക്കെ വേണം പ്ലാന്റ് ഗ്രോത്തിന്. അത് എവിടുന്നാ കിട്ടുക? നിങ്ങൾക്കറിയാം പ്ലാന്റിന് വേണ്ട മിനറൽസ് ഒക്കെ സോയിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ നൈട്രജൻ അല്ലെങ്കിൽ ഫോസ്ഫറസ്, ഇതൊക്കെ സോയിൽ നിന്നാണ് എന്ത് ചെയ്യുക, പ്ലാന്റ് കളക്ട് ചെയ്യുക. ഇത് രണ്ടും മാത്രം മതിയോ? ഫോട്ടോസിന്തസിസിൽ തന്നെ നമുക്കറിയാം വാട്ടർ ഒരു റിക്വയർമെന്റ് തന്നെയാണ് അല്ലെ, പ്ലാന്റിന് സർവൈവ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള. അപ്പോൾ ആ വാട്ടർ ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും ഒക്കെ സോയിൽ നിന്നാണ് പ്ലാന്റ്സിന് കിട്ടുന്നത്. അപ്പൊ സോയിലിൽ ഈ മിനറൽസ് എത്തിയിട്ട് കാര്യമില്ല, പ്ലാന്റിന് അത് അബ്സോർബ് ചെയ്യാൻ പറ്റണം. നൈട്രജന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം പ്ലാന്റിന് ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അതിന് ഒന്നെങ്കിൽ എക്സ്റ്റേണൽ മീൻസിൽ അത് നൈട്രജൻ എന്നുള്ളത് നൈട്രേറ്റോ നൈട്രൈറ്റോ ഒക്കെ ആക്കിയിട്ട് മാറണം, അല്ലെങ്കിൽ അത് ബാക്ടീരിയസ് മാറ്റി കൊടുക്കും. ഇപ്പൊ സ്യൂഡോമോണാസ് പോലത്തെ ബാക്ടീരിയകളൊക്കെ സോയിലുള്ള ബാക്ടീരിയയാണ്. അത് ഈ നൈട്രജനെ നൈട്രേറ്റ് അല്ലെങ്കിൽ നൈട്രേറ്റ് ഒക്കെ ആക്കി കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഇനി അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ പറയാനില്ല. ഒരു കാര്യം മനസ്സിലാക്കാം, സോയിലുള്ള ഒരുപാട് മിനറൽസും വാട്ടറൊക്കെ ആർക്ക് വേണം? പ്ലാന്റ്സിന് വേണം. ഇനി പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്ലാന്റ്സിന്റെ കേസിൽ അതിന് വലിയ എനർജി റിക്വയർമെന്റ് ഒന്നുമില്ല. എന്താ കാരണം എന്നുള്ളത് ഇവിടെ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, നമുക്ക് നോക്കാം. എനർജി നീഡ്സ് ഡിഫർ ബിറ്റ്വീൻ ഡിഫറെന്റ് ബോഡി ഡിസൈൻസ്. ശരിയാണ് അല്ലെ. പല ബോഡി ഡിസൈനിലെ ഓർഗാനിസങ്ങൾക്കും എനർജി റിക്വയർമെന്റ് ഡിഫറെന്റ് ആയിരിക്കും. പ്ലാന്റ്സ് ഡു നോട്ട് മൂവ്. ശരിയാണ്, അതങ്ങനെ നിന്ന സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യുന്ന ഓർഗാനിസം അല്ല. ആൻഡ് പ്ലാന്റ് ബോഡീസ് ഹാവ് എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ഡെഡ് സെൽസ് ഇൻ മെനി ടിഷ്യൂ. പ്ലാന്റ് ബോഡി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ ടിഷ്യൂസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്ലാന്റ് ബോഡിയിൽ എല്ലാ സെൽസും ലിവിങ് അല്ല. ചില സെൽസ് ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. അതിൽ കൈറ്റിൻ അക്യുമുലേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ അതിനെ പറഞ്ഞത് പ്ലാന്റ് സെല്ലിൽ എല്ലാതും ലിവിങ് അല്ല, പല സെല്ലും ഡെഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ സെല്ലിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ മോളിക്കുലർ മൂവ്മെന്റ് ഒന്നും വരുന്നില്ല. അപ്പൊ ആസ് എ റിസൾട്ട് അതുകൊണ്ട് പ്ലാന്റ്സ് ഹാവ് ലോ എനർജി നീഡ്സ്. എന്തുകൊണ്ടൊക്കെയാണ് മൂവ് ചെയ്യണില്ല, പിന്നെ സെൽസ് കുറെ എണ്ണം ഡെഡ് ആണ്, അപ്പൊ കുറഞ്ഞ എനർജി റിക്വയർമെന്റേ ഉള്ളൂ. ആൻഡ് ക്യാൻ യൂസ് റിലേറ്റീവ്ലി സ്ലോ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പൊ അതിന് വലിയ ഫാസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒന്നും വേണ്ട. നമ്മളെ പോലെ ഒരു പമ്പ് ചെയ്യാനുള്ള ഒരു ഓർഗണത്തിന്റെ ഒന്നും ആവശ്യമില്ല. സ്ലോ ആയിട്ട് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് പോയാൽ മതി. The distance over which transport system have to operate, however, can be very large in plants such as very tall trees. അത് ശരിയാണ്. എല്ലാ പ്ലാന്റ്സും ഒരേ സൈസ് അല്ല അല്ലെ. ചില പ്ലാന്റ്സ് വളരെ ഷോർട്ട് ആയിരിക്കും, ഹെർബ് ഷ്രബ് ഒക്കെ നമ്മൾ പറയുന്ന പോലെ. അല്ലെങ്കിൽ ചിലത് ടോൾ ട്രീസ് ആയിട്ട് മാറണേ, ഇപ്പോൾ ജിങ്കോ പോലത്തെ, അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് ഹൈറ്റിലെത്തുന്ന പ്ലാന്റ്സ് ഉണ്ട് അല്ലെ. അവർക്കൊക്കെ ആ ട്രാവൽ ചെയ്യേണ്ട ദൂരം കുറച്ച് കൂടും. ആ പ്ലാന്റ്സിന്റെ കേസിൽ ഈ ട്രാൻസ്പോർട്ടും സ്റ്റോറേജ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ സ്റ്റോറേജും വേണ്ടേ. ഫുഡ് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരല്ലേ, അത് കുറച്ചൊക്കെ ബാക്കിയുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യും വേണം അല്ലെ. അപ്പൊ ഈ പ്രിപ്പറേഷൻ ആണെങ്കിലും സ്റ്റോറേജ് ആണെങ്കിലും അതിലുള്ള റോ മെറ്റീരിയൽസിനെ കളക്ട് ചെയ്യണതാണെങ്കിലും അതിനൊക്കെ പാത്ത് വേസ് വേണ്ടേ അല്ലെ. ലീവ്സിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ പ്ലാന്റിന്റെ എല്ലാ പോർഷനിലേക്കും എത്തിക്കാൻ ഒരു പാത്ത് വേ വേണം, ഒരു വഴി വേണം. അതുപോലെ ഈ ഒരു പ്ലാന്റ് സർവൈവ് ചെയ്യാൻ വേണ്ട മിനറൽസും വാട്ടറും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്ത് വേ ഉണ്ട്. ഇത് രണ്ട് ഇൻഡിപെൻഡന്റ് പാത്ത് വേസ് ആണ്.
അതിൽ വാട്ടറും മിനറൽസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന പാത്വേ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടതാണ് സൈലം. വാട്ടറും മിനറൽസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? സൈലം വഴിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞു തന്നിരുന്നു അതിന് എളുപ്പ വഴി. ഫുഡ് കണ്ടക്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഫ്ലോയം വഴിയാണ്. ഓക്കെ, ഫുഡ് കണ്ടക്ട് ചെയ്യുന്നത് വഴിയാണ് ഫ്ലോയം എന്നുള്ള സെല്ല് വഴി. ഇത് നമ്മൾ വാസ്കുലാർ ബണ്ടിൽ എന്ന് വിളിക്കുക. ഫ്ലോയം എന്ന് പറഞ്ഞൊരു സെല്ലല്ല, നിങ്ങൾ പഠിച്ചതാണ് അനുസരിച്ചില്ല. ഫ്ലോയം എന്ന് പറഞ്ഞൊരു ടിഷ്യൂ ആണ്, അതിൽ പലതരം സെല്ലുകൾ ഉണ്ടാവും. സൈലം എന്ന് പറയുന്നത് ടിഷ്യൂ ആണ്, അതിൽ പലതരം സെല്ലുകൾ ഉണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ട്രക്കീഡ്, വെസൽ, കമ്പാനിയൻ സെൽ, സീവ് ട്യൂബ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ആ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും മെക്കാനിസം, എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ഡിഫറൻസസ് എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാലും ട്രാൻസ്പോർട്ട് ഓഫ് മിനറൽസ് എന്ന് പറഞ്ഞാലും ആരാണ് അതിലെ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്? നമ്മൾക്ക് ബ്ലഡ് വെസലുള്ള പോലെ പ്ലാന്റ്സിന്റെ കേസിലുള്ള വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് വാട്ടർ കണ്ടക്ട് ചെയ്യാനാണെങ്കിൽ സൈലമാണ്, മിനറൽസ് കണ്ടക്ട് ചെയ്യാനാണെങ്കിൽ ആരാണ്? സൈലമാണ്. Okay, in xylem tissue, vessels and tracheids of the roots, stems and leaves are interconnected to form a continuous system of water conducting channels reaching all part of the plant. സൈലത്തിന്റെ കേസിൽ അവർ പറഞ്ഞെന്താ വെച്ചാൽ ഈ ട്രക്കീഡും അതുപോലെ വെസലും, സൈലം വെസൽസും സൈലം ട്രക്കീഡ്സും ഇത് റൂട്ടിലുണ്ട്, സ്റ്റെമ്മിലുണ്ട്, ലീവ്സിലുണ്ട്, ഇതെല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, റൂട്ടിൽ നിന്നല്ലേ വാട്ടർ കളക്ട് ചെയ്യണത്, അതിൽ റൂട്ട് സോയിൽ നിന്നല്ലേ വാട്ടർ കളക്ട് ചെയ്യണത്. ഇപ്പൊ റൂട്ടിൽ നിന്നാണ് ബിഗിനിങ് വരുന്നത് അല്ലെ? റൂട്ട് പ്ലാന്റിന്റെ പോർഷൻ നോക്കുമ്പോൾ റൂട്ടാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതൊരു യൂണി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടാണ്. എന്താ യൂണി ഡയറക്ഷണൽ? നിങ്ങൾ പിക്ചർക്ക് നോക്കി നോക്ക്. റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഒറ്റ ഡയറക്ഷനല്ലേ, അപ്വേർഡ് ഡയറക്ഷൻ മാത്രമേ ആർക്കുള്ളൂ, നമ്മളുടെ സൈലം കണ്ടക്ഷനുള്ളൂ. അതൊരു പ്രത്യേകതയാണ്, നിങ്ങൾ മനസ്സിൽ വേണ്ട. യൂണി ഡയറക്ഷണൽ ആണ് ആര്? സൈലം വഴിയുള്ള കണ്ടക്ഷൻ. At the roots, cells in contact with the soil actively take up ions. ഇത് നമുക്ക് ആദ്യം പറയാം, അതിനുശേഷം ചെറിയൊരു റെപ്രസെന്റേഷൻ കൂടി കാണാം. അപ്പോൾ പറയണത് എന്താ വെച്ചാൽ, റൂട്ടിൽ എങ്ങനെയാണ് കണ്ടക്ഷൻ നടക്കുന്നത്, മെക്കാനിസം ആണ് പറയുന്നത്. റൂട്ട് എന്ത് ചെയ്യും? ആക്റ്റീവായിട്ട് അയോൺസിനെ ഇൻടേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ആക്റ്റീവ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റൂട്ട് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? സോയിലിലുള്ള അയോൺസിനെയൊക്കെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അത്യാവശ്യം നല്ല കോൺസെൻട്രേഷൻ ആയിട്ട് തന്നെ അയോൺസ് എവിടെ കിടക്കുന്നുണ്ടാവും? റൂട്ടിന്റെ സെല്ലിലൊക്കെ ഉണ്ടായിരിക്കും, റൂട്ട് ഹെയർസിലൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ മുമ്പ് പഠിച്ച ഓസ്മോസിസ് എന്നുള്ളൊരു പ്രോസസ്സ് നിങ്ങൾ മുമ്പ് പഠിച്ചതാണെന്ന് വിചാരിക്കണം. ആ പ്രോസസ്സ് നമ്മൾക്കൊന്ന് പൊടി തട്ടണം. ഓസ്മോസിസ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എന്നൊക്കെ ഉള്ള ആ ടോപ്പിക്. എന്താണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്? മൂവ്മെന്റ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. തിരിച്ചും പറയാട്ടോ, പക്ഷെ അപ്പൊ സൊല്യൂട്ട് മാറി സോൾവെന്റ് ആവും. നിങ്ങൾ രണ്ട് ഡെഫിനിഷനും ശ്രദ്ധിച്ച് കേൾക്കണം. മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് പാർട്ടിക്കിൾസ് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ഓഫ്, എന്താണ് പറഞ്ഞത്? മുമ്പ് പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട. സൊല്യൂട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു മൂവ്മെന്റ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഇനി സോൾവെന്റിന്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ടു ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. ഇതെന്താണ് പറയുന്നത്? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമുക്ക് ചെറുതായിട്ടൊരു റെപ്രസെന്റേഷൻ നമുക്കൊന്ന് കാണാം, എന്താണ് ഇവിടെ മെൻഷൻ ചെയ്യണത് എന്നുള്ളത്. ഓക്കെ, ഇതില് ഈ ഓസ്മോസിസ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അന്ത വിട്ടിരിക്കൊന്നും വേണ്ട. ഇത് നമുക്ക് +1 കാണാനുള്ളതിന്റെ ഒരു തുടക്കം കേട്ടോ. അപ്പോൾ അറിയാത്തവർ ചോദിച്ച് മനസ്സിലാക്കാം. സപ്പോസ് രണ്ട് സെല്ലുകൾ അല്ലെങ്കിൽ ഞാൻ രണ്ട് സൊല്യൂഷനാണിത്. ഓക്കെ, രണ്ട് സൊല്യൂഷനാണ്. ഇൻ ബിറ്റ്വീൻ ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ. എന്താ സെമി പെർമിബിൾ മെംബ്രെയിൻ്റെ പ്രത്യേകത? ഈ മെംബ്രെയിനിലൂടെ എല്ലാ ആളുകൾക്കൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ഓക്കെ, സെമി പെർമിബിൾ മെംബ്രെയിനിലൂടെ എല്ലാവർക്കും ഒന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. ചില സെലക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് മാത്രമേ ഇതിനുള്ളിൽ കൂടി മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയും സാൾട്ട് സൊല്യൂഷനാണ്, ഇവിടെയും സാൾട്ട് സൊല്യൂഷനാണ്, ഇവിടെയും സാൾട്ട് സൊല്യൂഷനാണ്. രണ്ടും ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ. ആസ് സച്ച് നിങ്ങൾ എടുക്കരുത്, ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം കൂട്ടാം. ഇത് ഹൈ കോൺസെൻട്രേഷൻ സാൾട്ട് സൊല്യൂഷൻ, അതായത് ഇവിടെ ഒരുപാട് സാൾട്ട് ഉണ്ട്. ഹൈ കോൺസെൻട്രേഷൻ എന്താണ്? വാട്ടർ കുറവാണ്, സാൾട്ട് ഒരുപാടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ സാൾട്ട് സൊല്യൂഷൻ ഒക്കെ തന്നെയാണ്, പക്ഷെ സാൾട്ട് കുറവാണ്. സാൾട്ട് വളരെ വളരെ കുറവാണ്. ഇതിന് ഇവിടെ വാട്ടറിന് അതേപോലെ ഡോട്ട്സ് വെച്ചിട്ട് കാണിക്കാം. സ്റ്റാർ മാർക്ക് ഇട്ടത് സാൾട്ടാണ്, ഈ ഡോട്ട് ഇടുന്നത് ആരാണ്? വാട്ടറാണ്. അപ്പൊ ഇവിടെ വാട്ടറാണ് കൂടുതൽ. ഈ സൈഡിൽ ആരാ കൂടുതൽ? വാട്ടറാണ് കൂടുതൽ. ഇവിടെ ആരാ കൂടുതൽ? സാൾട്ടാണ് കൂടുതൽ. അപ്പൊ എന്താ ഉണ്ടാവുക? ഈ വാട്ടർ കണ്ടോ നിങ്ങൾ? ഇവിടെ ഉള്ള വാട്ടർ
അതുപോലെ ഇവിടെ ആരുണ്ട്, ഈ സാൾട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സാൾട്ട് ഉണ്ട്, ഇവിടെ സാൾട്ട് കുറവാണ്, ഇവിടെ വാട്ടറാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇനി രണ്ട് സൈഡിലുള്ള വാട്ടർ നോക്കുക. എവിടെ വാട്ടർ കൂടുതലുള്ളത്? ഈ സൈഡിൽ. എവിടെ വാട്ടർ കുറവ്? ഇവിടെ. എവിടെ സൊല്യൂട്ട് കൂടുതൽ? ഇവിടെ സൊല്യൂട്ടാണ് സാൾട്ട്. എവിടെ സാൾട്ട് കൂടുതൽ? ഇവിടെ സാൾട്ട് കൂടുതൽ. ഇവിടെ എന്താണ്? സാൾട്ട് കുറവാണ്. നിങ്ങളെ വീട്ടിലൊക്കെ നല്ല കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെക്കാറില്ലേ? കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇട്ട മാങ്ങയുടെ വലുപ്പമൊക്കെ ചെറുതായിട്ടുണ്ടാവും അല്ലേ? ശരിക്കും എന്താ സംഭവിച്ചറിയാം? ഈ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ സൊല്യൂഷനിൽ സാൾട്ട്, അതായത് സൊല്യൂട്ട് കുറവാണ്, ഇവിടെയാണെങ്കിൽ കൂടുതലാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക അറിയോ? ഇതിലുള്ള ഈ വാട്ടർ മോളിക്യൂൾസ് ഇല്ലേ, കുറച്ച് അധികം വാട്ടർ മോളിക്യൂൾസ്, അത് മെല്ലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. ഓക്കെ, അതുപോലെ ഇവിടെയുള്ള സാൾട്ടില്ലേ, ഹൈ കോൺസെൻട്രേഷൻ ആയിട്ട് കിടക്കുന്ന സാൾട്ട്, അത് മെല്ലെ എങ്ങോട്ട് പോകും? തിരിച്ചതായി ഇങ്ങോട്ട് വരും. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് ഇത് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെയുള്ള വാട്ടർ മോളിക്യൂൾസ് ഒക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആര് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? സാൾട്ട് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളൊരു എക്സാമ്പിളായിട്ട് മാത്രം ഓർത്തിരിക്കുക. ഇനി കണ്ണിമാങ്ങ പറയാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. മാങ്ങ ഇട്ട സമയത്ത്, മാങ്ങ ഉപ്പിലൊക്കെ ഇട്ട സമയത്ത് അല്ലേ, മാങ്ങ ഉപ്പിലിടുന്ന സമയത്ത് മാങ്ങ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബോട്ടിൽ ആകെ ആര് മാത്രം ഉപ്പായിരിക്കും, നിറയെ ഉപ്പുണ്ടാവും, വെള്ളമൊന്നും ഉണ്ടാവില്ല, നിറയെ ഉപ്പുണ്ടായിരിക്കും. മാങ്ങേൻ്റെ ഉള്ളിലാണെങ്കിലോ ഉപ്പ് കുറച്ചേ ഉണ്ടാവുള്ളൂ, സാൾട്ട് കുറച്ച് ഉണ്ടായിരിക്കും. ബാക്കി മെജോറിറ്റി എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ വാട്ടർ മെല്ലെ എന്ത് ചെയ്യും? വാട്ടർ മെല്ലെ ഈ മെംബ്രെയിനില്ലേ, ഈ മാങ്ങേൻ്റെ തൊലിയില്ലേ, അതാണ് ഇതിൻ്റെ മെംബ്രെയിൻ, ആ ഫ്രൂട്ടിൻ്റെ കോട്ട്, അതിലൂടെ നമ്മളെ മെല്ലെ വാട്ടർ പുറത്തേക്കേണ്ടി വരും. എന്താ കാരണം? ഇവിടെ പുറത്ത് ആര് കൂടുതലാണ്? ഈ സാൾട്ട് കൂടുതലാണ്, വാട്ടർ കുറവാണ്. മെല്ലെ ഈ സാൾട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല ഉപ്പ് ഫീൽ ചെയ്യും. അതുപോലെ ഇത് ചുങ്ങില്ലേ, ചുരുങ്ങിയിട്ടുണ്ടാവും. എന്താ കാരണം? ഉള്ളിലുള്ള വെള്ളം മുഴുവൻ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ കണ്ട ഈ ഒരു മൂവ്മെൻറ്റ്, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓസ്മോസിസ്. ഇത് പറയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല മുമ്പിലേക്കുള്ള. ഓക്കെ, ഓസ്മോസിസ് ക്ലിയർ ആവാത്ത ആളുകൾ ചോദിക്കണം. എന്തെങ്കിലും പിക്ചർ കിട്ടുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് തിരിച്ച് നമ്മൾ ടോപ്പിക്ക് വരാം. അപ്പോൾ നമ്മൾ റൂട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അയോൺസിനെ ഇങ്ങനെ ഇൻടേക്ക് ചെയ്തുകൊണ്ട്, ആക്റ്റീവായിട്ട് അതിങ്ങനെ ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്താ കൂടുതൽ? അയോൺസ് ആണ് കൂടുതൽ. സോയിലാണെങ്കിലോ, സോയിലിൽ അയോൺസ് ഉണ്ട്, പക്ഷെ റൂട്ട് എല്ലാത്തിനും മാക്സിമം അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോയിലിൽ ഇപ്പോൾ വാട്ടർ അത്യാവശ്യമുണ്ട്, നമ്മളുടെ റൂട്ടിലാണെങ്കിൽ വാട്ടർ കുറവ്, അയോൺസ് കൂടുതൽ. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെയാണെങ്കിൽ നിങ്ങൾ റൂട്ടിനെ ആ മാങ്ങയായിട്ട് ആലോചിക്കുക, മാംഗോ ആയിട്ട് ആലോചിക്കുക. സോയിലിനെ നമ്മൾ ആ വെസലിൽ, ആ മാങ്ങ ഇട്ട് വെച്ച പാത്രത്തിൽ കുറേ ഉപ്പിട്ടുണ്ടാവില്ല, അതുപോലെ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ എന്താ ഉണ്ടായിരിക്കുക? നമ്മളുടെ സോയിലുള്ള എന്താ പറയുക, വാട്ടർ മോളിക്യൂൾസ് ഇല്ലേ, അത് മെല്ലെ എങ്ങോട്ട് കയറാൻ തുടങ്ങും? റൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങും. എന്താ കാരണം? റൂട്ടിനുള്ളിൽ എന്താ കൂടുതൽ? അയോൺസ് ആണ് കൂടുതൽ. സോറി, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ സോറി, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഈ റൂട്ടിൽ ഇപ്പം എന്താ കൂടുതൽ? അയോൺസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, ബോട്ടിൽ മാങ്ങ ഉണ്ട്, നമ്മൾ ആ ബോട്ടിൽ നിറയെ ഉപ്പ്, സാൾട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ മാംഗോ, ആ മാങ്ങ എന്നുള്ളത് നമ്മുടെ സോയിലാണ്. അതിലിപ്പോൾ അയോൺസ് കുറവാണ്, കാര്യമായിട്ട് വാട്ടറാണുള്ളത്. റൂട്ടിന് നിങ്ങൾ ആ വെസലായിട്ട് ആലോചിക്കുക, നിറയെ അയോൺസ് ഉള്ള സാൾട്ടുള്ള വെസലായിട്ട് ആലോചിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ റൂട്ടിൽ എന്താണ്? ഇപ്പോൾ അയോൺസ് കൂടുതലാണ്, വാട്ടർ കുറവാണ്. സോയിലാണെങ്കിലോ, സോയിലിൽ അയോൺസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, വാട്ടർ കൂടുതലാണ്. അപ്പം എല്ലാ വാട്ടർ എങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യാൻ തുടങ്ങും? നമ്മളുടെ ഈ ഒരു റൂട്ടിനുള്ളിലേക്ക് ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്യാൻ തുടങ്ങും. പറഞ്ഞാൽ മനസ്സിലാവണുണ്ടോ? അപ്പോൾ റൂട്ടിനുള്ള അയോൺസ് നന്നായിട്ടുണ്ടായിരുന്നു, വാട്ടർ കുറവായിരുന്നു. അപ്പോൾ സോയിലിന് ആരുള്ളിലേക്ക് വരാൻ തുടങ്ങും? വാട്ടർ ഇങ്ങനെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. ഈ ഒരു പ്രഷർ ഇല്ലേ, അതായത് റൂട്ടിലേക്ക് വാട്ടർ കയറുന്ന പ്രഷർ, കാരണം വാട്ടർ ഇങ്ങനെ കയറിയോണ്ടിരിക്കുകയാണല്ലേ റൂട്ടിലേക്ക്, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ അയോൺസ് അവിടെ ഉള്ളതുകൊണ്ട് വാട്ടർ ഓട്ടോമാറ്റിക്കലി ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂട്ട് പ്രഷർ. ശരിക്കും പറയുകയാണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എന്നൊരു വാക്കോടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിലേ, നമ്മൾ പറഞ്ഞു ഇവിടെ ഈ സൈഡിൽ സാൾട്ട് കൂടുതലാണ്, ഇവിടെ സാൾട്ട് കുറവാണ്, അപ്പോൾ വാട്ടർ ഇവിടുന്ന് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞില്ലേ? ആ ഒരു ടെൻഡൻസി ഇല്ലേ വാട്ടറിന് ഇങ്ങോട്ട് കയറി വരാനുള്ള, അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ഒരു സൊല്യൂട്ട് പാർട്ടിക്കിൾസിന് ഈ സൈഡിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഇല്ലേ, അതിനെ വിളിക്കുന്ന പേര്, അതിന്റെ മെഷർമെന്റിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. അതായത് നിങ്ങൾ ഇങ്ങനെ രണ്ട് സൊല്യൂഷനെ സെമി പ്രോബ്ലം മെമ്പറിൽ വെച്ച് മാറ്റി നിർത്തി, അപ്പോൾ ഓട്ടോമാറ്റിക് സാൾട്ട് ഇങ്ങോട്ട് വരില്ലേ? അതിന് വരാതിരിക്കണമെങ്കിൽ എത്ര പ്രഷർ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടത്? ശരിക്കും അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓസ്മോട്ടിക് പ്രഷർ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട, നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ പറയുകയാണെങ്കിൽ മാങ്ങേൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം
പുറത്തേക്ക് വരാതിരിക്കാൻ, അല്ലെങ്കിൽ പുറത്തുള്ള സാൾട്ട് മാംഗോന്റെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ എത്ര പ്രഷറാണ് കൊടുക്കേണ്ടത് ഓപ്പോസിറ്റിൽ, അതിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ. ഇപ്പൊ നമ്മൾ എന്തിനാ പറഞ്ഞത്? ഇപ്പൊ റൂട്ടിൻ്റെ ഉള്ള അയോൺസ് ആണ് കൂടുതൽ, അപ്പൊ വാട്ടർ ഇല്ല. സോയിലിനാണെങ്കിലോ വാട്ടർ ആണ് കൂടുതൽ, അയോൺസ് കുറച്ച് കുറവാണ്. കമ്പാരിറ്റീവ്ലി കോൺസെൻട്രേഷൻ കുറച്ച് കുറവാണ്. ഒരേ റീജിയൻ, ഒരേ ഏരിയ എടുത്തു കഴിഞ്ഞാൽ റൂട്ടിലാണ് കൂടുതൽ അയോൺസ് ഉള്ളത്. അപ്പോൾ വാട്ടർ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വരാൻ തുടങ്ങും, നമ്മളുടെ ഈ റൂട്ട്സിന്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഒരു പ്രഷർ ഉണ്ടായിരിക്കും. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് റൂട്ട് പ്രഷർ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, റൂട്ട് പ്രഷർ എന്നുള്ളത് അത്ര വലിയൊരു വാല്യൂ ഒന്നല്ല. ആ റൂട്ട് പ്രഷർ കൊണ്ട് മാത്രം ഈ വെള്ളം മെല്ലെ മെല്ലെ മെല്ലെ, അതായത് ആരെ പിടിച്ച് ഉന്താണല്ലോ, പുറത്തുനിന്ന് വാട്ടർ ഉള്ളിലേക്ക് വരുമ്പോൾ പ്രഷർ ഉണ്ടാവേണ്ടത് പറഞ്ഞു. ആ പ്രഷർ ഒരു പുഷാണ് അല്ലേ. ആ പുഷ് മാത്രം വെച്ചിട്ട് ഒരിക്കലും ഇത്രയും വലിയൊരു ട്രീൻ്റെ മേലേക്കൊന്നും എന്തിനെത്താൻ കഴിയില്ല, വാട്ടറിന് എത്താൻ കഴിയില്ല. അപ്പോൾ അവിടെ ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, വാട്ടർ കണ്ടക്ഷനിൽ പ്രധാനമായിട്ടൊരു ഹെൽപ്പ് വരുന്നത്, ഏറ്റവും വലിയ ഹെൽപ്പ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉള്ളത് ആർക്കാണ്? ട്രാൻസ്പിരേഷൻ ആണ്. എന്താ ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ? ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ത്രൂ സ്റ്റൊമാറ്റ. അപ്പോൾ സ്റ്റൊമാറ്റൻ്റെ ഉള്ളിൽ കൂടി വാട്ടർ ഇങ്ങനെ വാട്ടർ വേപ്പർ ആയിട്ട് പോകുമ്പോൾ, നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ സ്ട്രോന്ന് നമ്മൾ വാട്ടർ സക്ക്, അല്ലെങ്കിൽ ജ്യൂസ് സക്ക് ചെയ്യൂലേ, അതേപോലെ ഒരു സക്ഷൻ ഉണ്ടാവൂലേ. കാരണം ലീഫിൽ നിന്ന് വാട്ടർ പോവാണ്. ആ ലീഫിൽ നിന്നുള്ള സൈലം എന്ന് പറഞ്ഞാൽ റൂട്ട് വരെ കണ്ടക്ഷൻ, നമ്മൾ പറഞ്ഞ ഒക്കെ കണക്റ്റഡ് ആണ്. അപ്പൊ മേലെന്ന് വെള്ളം പോയി കഴിഞ്ഞാൽ താഴ്ന്ന ഓട്ടോമാറ്റിക് ഒരു വലിവ് വരില്ലേ. അപ്പൊ ഡേ ടൈമിൽ മാത്രമേ ട്രാൻസ്പിരേഷൻ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്കറിയാം. അപ്പൊ ഡേ ടൈമിൽ ട്രാൻസ്പിരേഷൻ കൊണ്ടാണ് മാക്സിമം വാട്ടർ കണ്ടക്ഷൻ ഉണ്ടാവുന്നത്. ഈ ട്രാൻസ്പിരേഷൻ കൊണ്ടുണ്ടാവുന്ന സക്ഷൻ ഇല്ല, വലിവ്, വെള്ളത്തിന് പിടിച്ച് വലിക്കുന്നത്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പിരേഷൻ പുൾ. എന്താ വിളിക്കുക? ട്രാൻസ്പിരേഷൻ പുൾ. നമുക്ക് ഈ പോർഷൻ വായിക്കാം. പ്രൊവൈഡഡ് ദാറ്റ് ദ പ്ലാന്റ് ഹാസ് എൻ അഡിക്വേറ്റ് സപ്ലൈ ഓഫ് വാട്ടർ. ശരിയാണ്, മണ്ണിൽ വെള്ളം ഇല്ലാതെ ഈ കണ്ടക്ഷൻ നടക്കില്ലല്ലോ. The water which is lost through the stomata is replaced by water from the xylem vessels in the leaf. In fact, evaporation of water molecules from the cells of a leaf creates a suction which pulls water from the xylem cells of roots. The loss of water in the form of vapor from the aerial part of the plant is known as transpiration. Thus, transpiration helps in absorption. മാത്രമല്ല, അബ്സോർപ്ഷനിൽ മാത്രമല്ല ട്രാൻസ്പിരേഷൻ ഉള്ളത്. നമ്മൾക്ക് സ്വെറ്റ് ചെയ്യുമ്പോൾ, നമുക്ക് വിയർക്കുമ്പോൾ നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും അല്ലേ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് സ്വെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെയും പ്ലാന്റിന്റെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ ആർക്ക് കഴിയുന്നുണ്ട്? ട്രാൻസ്പിരേഷന് കഴിയുന്നുണ്ട്. ദസ് ട്രാൻസ്പിരേഷൻ ഹെൽപ്പ് ഇൻ ദ അബ്സോർപ്ഷൻ ആൻഡ് അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ് ഫ്രം റൂട്ട്സ് ടു ദ ലീവ്സ്. ഇറ്റ് ആൾസോ ഹെൽപ്സ് ഇൻ ടെമ്പറേച്ചർ റെഗുലേഷൻ. The effect of root pressure in transport of water is more important at night. ശരിയാണ്, രാത്രി നൈറ്റ് ടൈമിൽ ഫോട്ടോസിന്തസിസ് ഒന്നുമില്ല. അതുപോലെ തന്നെ നൈറ്റ് ടൈമിൽ ഈ സണ്ണിന്റെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് ട്രാൻസ്പിരേഷൻ ലോസ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ട്രാൻസ്പിരേഷൻ ഫുൾ ഉണ്ടാവില്ല. പിന്നെ ഇപ്പം എന്ത് വഴിയാണ് വാട്ടർ കണ്ടക്ഷൻ നടക്കുക? ആ സമയത്ത് വാട്ടർ കണ്ടക്ഷൻ നടക്കുന്നത് റൂട്ട് പ്രഷർ മാത്രമാണ്. അപ്പോൾ നൈറ്റ് ടൈമിൽ റൂട്ട് പ്രഷറാണ് മേജർ റോൾ ഉള്ളത്. ഡേ ടൈമിൽ ആർക്കാണ്? ട്രാൻസ്പിരേഷൻ പുള്ളിനാണ് മേജർ റോൾ ഉള്ളത്. ഇനി നമ്മൾ പറഞ്ഞാൽ നമുക്കിതൊരു ഡയഗ്രാം ആയിട്ടൊന്ന് കണ്ടു നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് സൈലന്റ് കണ്ടക്ഷൻ നമ്മൾ പറയുന്നത്? സൈലന്റ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യൂണി ഡയറക്ഷണൽ കണ്ടക്ഷൻ, ഒരൊറ്റ ഡയറക്ഷണൽ കണ്ടക്ഷൻ. സാറേ അപ്പോൾ സൈഡിക്കൊന്നും പോകണില്ലേ? സൈഡിക്ക് പോകേണ്ട, ലീഫ് സൈഡിലാണ് എവിടെയൊക്കെ പോകും, അതൊക്കെ ശരിയാണ്. പക്ഷെ എവിടെ നിന്ന് എങ്ങോട്ടാണ്? റൂട്ടിൽ നിന്ന് അങ്ങോട്ട് ടോപ്പിലേക്കാണ്. അതാണ് നമ്മൾ യൂണി ഡയറക്ഷൻ എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെന്താ ചെയ്യുക? സോയില് എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ഡയഗ്രാം റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. സോയില് ഈ സ്റ്റാർ മാർക്ക് കാണിച്ചിട്ടുള്ളത് വാട്ടർ ആണ്, അതുപോലെ ഈ ഡോട്ട് കാണിച്ചിട്ടുള്ളത് അയോൺസ് ആണ്. അപ്പൊ സോയില് നോക്കുമ്പോൾ നമ്മുടെ വാട്ടറും അയോൺസും ഒക്കെ ഉണ്ട്, അത്യാവശ്യം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സോറി ഇവിടെ ശരി, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം, അയോൺസിന്റെ കോൺസെൻട്രേഷൻ അത് സോയിലിൽ എന്താണ്? കുറവാണ്. ആരാ കൂടുതൽ? വാട്ടർ ആണ് കൂടുതൽ. റൂട്ടിക്ക് നോക്കിയാലോ? റൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ഉണ്ടാവും, ഇല്ലാതിരിക്കുന്നില്ല, വാട്ടർ ഉണ്ടാവും. പക്ഷെ കമ്പാരിറ്റീവ്ലി വാട്ടർ കുറവാണ്. ആരാ കൂടുതൽ? നമ്മുടെ അയോൺസ് ആണ് കൂടുതൽ. അപ്പൊ എന്ത് ചെയ്യും? ഈ വാട്ടറില്, സോയിലുള്ള വാട്ടർ അത് മെല്ലെ എങ്ങോട്ട് വരാൻ തുടങ്ങും? റൂട്ടിലേക്ക് വരാൻ തുടങ്ങും. ഇത് ഈ ഒരു മൂവ്മെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റൂട്ട് പ്രഷർ. ഈ ഒരു മൂവ്മെന്റ് ഇല്ലേ, മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം ദ സോയിൽ ടു ദ റൂട്ട് ആൻഡ് ദ പ്രഷർ ക്രിയേറ്റഡ്, ദാറ്റ് പ്രഷർ ഈസ് കാൾഡ് ആസ് റൂട്ട് പ്രഷർ. ഇനി റൂട്ട് പ്രഷർ മാത്രം മതിയാവില്ല നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യുക? സോയിൽ നിന്ന് വാട്ടർ റൂട്ടിലേക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ റൂട്ടിൽ നിന്ന് ലീഫിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ലീഫിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വാട്ടർ ഇറ്റ് എസ്കേപ്സ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ. നമ്മൾ ഇതിനെ ട്രാൻസ്പിരേഷൻ ആണ് വിളിച്ചത്. സോ ദാറ്റ് ട്രാൻസ്പിരേഷൻ ക്രിയേറ്റ്സ് എ ട്രാൻസ്പിരേഷൻ പുൾ which in fact help in the conduction of water through xylem. It is actually the major activity or major process
when we think of conduction by xylem during daytime, and at night time the major process or the major phenomena or the major activity related to plant which helps or which increases the speed of conduction is only root pressure. അപ്പം നൈറ്റ് ടൈമിലേക്ക് വരികയാണെങ്കിൽ റൂട്ട് പ്രഷർ മാത്രമാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഡേ ടൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ മേജർ റോൾ ആയിരിക്കാനുള്ളത് ട്രാൻസ്പിരേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പിരേഷൻ പുള്ളിനാണ്. ഓക്കെ, ഇത് എളുപ്പമായിരുന്നു. ശരിക്കും സൈലത്തിന്റെ കേസിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും അതിന് മാത്രം ഇല്ല. നമുക്ക് ശരിക്കും കുറച്ചും കൂടി കണ്ടന്റ് ടോപ്പിക്കും അതുപോലെ കണ്ടന്റും ടെക്സ്റ്റ് ബുക്കിൽ കുറവാണെങ്കിലും അത് നിങ്ങൾ നോക്കി ഇത്രയും പഠിക്കാണ്ട് നമ്മുടെ സൈലത്തിനെ പറ്റിയിട്ട് ഫ്ലോയം ആകെ ഇവിടെ തുടങ്ങിയിട്ട് ഇതുവരെയുള്ളൂ. പക്ഷേ കൂടുതൽ മനസ്സിലാക്കാനുള്ളത് ഫ്ലോയത്തിലാണ്. ഫ്ലോയം എന്ത് കണ്ടക്ട് ചെയ്യുന്ന പറഞ്ഞത്? ഫുഡ് കണ്ടക്ട് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ ഫ്ലോയത്തിന്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഫുഡ് കണ്ടക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ലീഫിലല്ലേ ഫുഡ് ഉണ്ടായിരിക്കാം. ലീഫിൽ ഫുഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സ്റ്റെമ്മിന്റെ ടോപ്പിലേക്കും അതുപോലെ റൂട്ടിലേക്കും ഒക്കെ കൊണ്ടുവരേണ്ടി വരും. ചിലപ്പോൾ റൂട്ടിൽ സ്റ്റോറേജ് ആയിരിക്കും, അല്ലെങ്കിൽ റൂട്ടിലത്തെ സെല്ലിൽ എന്തെങ്കിലും ഗ്രോത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എനിവേ നമുക്ക് ഫ്ലോയത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫ്ലോയം കണ്ടക്ട് ചെയ്യുന്ന ഈ ഫുഡ്, ഫ്ലോയം ഉണ്ടാക്കുന്നത് പറയാൻ പാടില്ല, ക്ലോറോഫില്ലൊക്കെ പ്രസൻസിലൊക്കെ ലീഫിൽ ഉണ്ടാക്കുന്ന ഈ ഫുഡിനെ ഫ്ലോയം കണ്ടക്ട് ചെയ്യുന്നത് യൂണി ഡയറക്ഷൻ അല്ല, ബൈ ഡയറക്ഷനിലാണ്. 2 ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇനി ഫുഡ് ഉണ്ടാക്കുന്നത് ലീഫിലാണ്, നമുക്ക് അറിയാലോ. സോ ലീവ്സിൽ ഉണ്ടാക്കുന്ന ഫുഡിനെ ഫ്ലോയത്തിലേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ സൈലത്തിന്റെ കണ്ടക്ഷനിൽ എവിടെയും എനർജി ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷേ നമ്മുടെ ഫ്ലോയത്തിന്റെ കണ്ടക്ഷനിൽ നമുക്ക് ATP വേണം. എന്ത് ATPന്റെ ഫുൾ ഫോം? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് വേണം. അതെന്തിനാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ എനർജി ഉപയോഗിച്ചിട്ട് ലീവ്സ് നിന്ന് ഫ്ലോയത്തിലേക്ക് ഫുഡ് കൊണ്ടുപോകുന്നത്? അപ്പൊ നമുക്ക് അതിനൊന്നും ഇവിടെ കാണാം. നമുക്ക് ലീവ്സിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, നമുക്കറിയാം. പക്ഷെ ലീവ്സിലാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞാലും ഓൾറെഡി എല്ലാ സെല്ലും എന്തുണ്ടായിരിക്കും? ഫുഡ് ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഓസ്മോസ് വഴിയൊന്നും നമ്മുടെ ഫുഡ് എന്ത് ചെയ്യൂല? ഫ്ലോയ സെല്ലിലേക്ക് എത്തൂല. കാരണം കണ്ടക്ഷൻ നടക്കണമെങ്കിൽ ഫ്ലോയത്തിലേക്ക് പോകണം ഫുഡ്. ലീവ്സ് നിന്ന് അങ്ങോട്ട് പോകണം, ഫ്ലോയത്തിന്റെ സീവ് ട്യൂബ്സിലൂടെയൊക്കെ കണ്ടക്ഷൻ നടക്കാം. അപ്പോൾ ഇവിടെ എല്ലാത്തിലും ഒരേ കോൺസെൻട്രേഷൻ. ഞാൻ വെറുതെ റെപ്രസെന്റേഷൻ വേണ്ടി കാണിച്ചിട്ടുണ്ട്. ഈ സ്റ്റാർ മാർക്കാണ് ഫുഡ്, ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ H2 ആണ്. അപ്പൊ ഇത് നോക്കി നോക്ക് നിങ്ങൾ, ലീവ്സിൽ 6 സ്റ്റാർ മാർക്ക് ഇട്ടു. ഫ്ലോയം സെൽ 1 അവിടെ എത്ര? 1 2 3 4 5 6 ഉണ്ട്. സെൽ 2 വേറെ ഫ്ലോയം സെൽ എടുത്തു, അതിലും 1 2 3 4 5 6. അപ്പൊ ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഇല്ലല്ലോ, എല്ലായിടത്തും സൊല്യൂട്ട് ഒരേപോലെ ഉള്ളത്. അപ്പൊ നമ്മൾക്ക് സൊല്യൂട്ടിൽ ഒരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കണ്ടക്ഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് കൂടുതലും മറ്റേ ഭാഗത്ത് കുറവും. ഇവിടെ അതില്ല. അപ്പൊ തന്നാൽ എന്തായാലും ഈ ഒരു ഓസ്മോസിസോ കാര്യങ്ങളോ ഒന്നും നടക്കാൻ പോകില്ല. സോ നമ്മളല്ല പ്ലാന്റ്സ് എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട്, എനർജി അങ്ങനെ ഉണ്ടാവും ATP ഫോമിലല്ല സേവ് ചെയ്ത് വെക്കുക. സോ ആ എനർജി കറൻസി ആയിട്ടുള്ള ATP യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ഈ ഫുഡ് പാർട്ടിക്കിൾസ്, ലീഫ് ഉണ്ടാക്കിയ ഫുഡ് പാർട്ടിക്കിൾസിനെ അതിനെ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യും? ഫ്ലോയത്തിന്റെ സെല്ലിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. ഫോഴ്സ്ഫുള്ളി ഞാൻ പറയാൻ കാരണം എനർജി ഉപയോഗിച്ചിട്ടാണ് ഇഞ്ചക്ട് ചെയ്യുകയാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? ഫ്ലോയത്തിലെ 1ാമത്തെ സെല്ലിൽ, ഞാൻ വെറുതെ ഒരു നമ്പർ ഇട്ടതാണ്, ഇതൊന്നും നിങ്ങൾ എക്സാമിന് എഴുതി വെക്കരുത്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ 1ാമത്തെ സെല്ലിൽ എന്തായി? നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കൂടി. ഇപ്പൊ നൈബറിംഗ് സെല്ലൊക്കെ നോക്കുമ്പോൾ ഇതിലല്ലേ ഫുഡ് പാർട്ടിക്കിൾസ് കൂടുതലുള്ളത്? ഇവിടെ വാട്ടർ കുറവല്ലേ? അപ്പൊ നൈബറിംഗ് സെല്ലിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ആര് വരാൻ തുടങ്ങും? വാട്ടർ മോളിക്യൂൾസ് വരാൻ തുടങ്ങും. ഇവിടെ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യും, ഒരു ഓസ്മോട്ടിക് പ്രഷർ ഈ സമയം കൊണ്ട് ഡെവലപ്പ് ചെയ്യും. എന്താ ഓസ്മോട്ടിക് പ്രഷറിന്റെ കാരണം? ഇവിടെ ആര് കൂടുതലാണ്? ഫുഡ് പാർട്ടിക്കിൾസ് കൂടുതലാണ്. സോ ഇവിടെ എന്ത് ഡെവലപ്പ് ആവും? ഓസ്മോട്ടിക് പ്രഷർ ഡെവലപ്പ് ആവും. ആ ഓസ്മോട്ടിക് പ്രഷർ കൊണ്ട് ഈ ഫുഡ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഫുഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? നൈബറിംഗ് സെല്ലിലേക്ക് മൂവ് ചെയ്യും. കാരണം മനസ്സിലാവുണ്ടോ? അപ്പോൾ നൈബറിംഗ് സെല്ലിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവുക, ഇവിടെ ഫുഡ് പാർട്ടിക്കിൾസ് അധികമാവും. ഇവിടെ ഫുഡ് പാർട്ടിക്കിൾസ് അധികം എന്താണ്ടാവും? വീണ്ടും ഓസ്മോട്ടിക് പ്രഷർ വർക്ക് ചെയ്യും, ഈ ഫുഡ് പാർട്ടിക്കിൾ നെക്സ്റ്റ് സെല്ലിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെയാണ് ഫ്ലോയം വഴിയുള്ള കണ്ടക്ഷൻ പോസിബിൾ ആവുന്നത്. ഫ്ലോയം വഴിയുള്ള കണ്ടക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലൊക്കേഷൻ. ഫ്ലോയം വഴിയുള്ള കണ്ടക്ഷൻ എന്താ വിളിക്കുക? ട്രാൻസ്ലൊക്കേഷൻ. ഫ്ലോയം ശരിക്കും ഫുഡ് മാത്രമല്ല കണ്ടക്ട് ചെയ്യണത്, അത് അമിനോ ആസിഡും അതുപോലെ മറ്റ് സബ്സ്റ്റൻസ് ഇതുപോലത്തെ പാർട്ടിക്കിൾസിനൊക്കെ അത് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആരാണ് അമിനോ ആസിഡ് കണ്ടക്ട് ചെയ്യണത്? അമിനോ ആസിഡ് എന്നൊക്കെ പറഞ്ഞാൽ മിനറൽ ആവില്ലേ? സൈലമാവും ആൻസർ എന്ന് പറഞ്ഞാൽ തെറ്റ് വെക്കരുത്. അമിനോ ആസിഡ് ആരാ കണ്ടക്ട് ചെയ്യണത്? ഫ്ലോയമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഫുഡ് ആരാ കണ്ടക്ട് ചെയ്യുന്നത്? ഫ്ലോയമാണ് കണ്ടക്ട് ചെയ്യുന്നത്. The translocation of food and other substance take place in the sieve tubes. അപ്പോൾ എവിടെ നടക്കുന്നത്? sieve tube with the help of adjacent companion cell. ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ആ ചിത്രം എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് വരച്ചുതരാം. എങ്ങനെ ഉണ്ടായിരുന്നത്? ലോങ് ട്യൂബ് ഉണ്ടായിരിക്കും. ആ ട്യൂബിന്റെ കടലിൽ സീവ് എന്ന് പറഞ്ഞാൽ ഒരു അരിപ്പ പോലെ, വീട്ടിലൊക്കെ ഉള്ള അരിപ്പ പോലെ
നമുക്കിങ്ങനെ സീവുകൾ കാണാൻ പറ്റും. ഇതിലൂടെയാണ് കണ്ടക്ഷൻ പോസിബിൾ ആവുന്നത്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സെല്ലിൽ നോക്കുന്നതിൽ എവിടെ ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അപ്പോൾ അതിന്റെ പ്രോസസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ടടുത്ത് ഒരു സെൽസ് ഉണ്ടാവും, അത് ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. ഈ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പാനിയൻ സെൽസ്. Okay, these substances are especially delivered to the storage organ of roots, fruits and seeds and to growing organs. എങ്ങനെയൊക്കെയാണ് ഫുഡ് ട്രാൻസ്ഫർ ചെയ്യാൻ? Translocation of food and other substances take place in sieve tubes with the help of adjacent combined cells, both in upward and downward direction. അതാണ് നമ്മൾ എന്ത് വിളിച്ചത്? ബൈ ഡയറക്ഷണൽ എന്ന് വിളിച്ചത്. Unlike transport in xylem, which can be largely explained by simple physical forces. അല്ലെ, അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ കൊണ്ടൊക്കെയാണ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കണ്ടക്ഷൻ പോസിബിൾ. ഇതെവിടെ? സൈലത്തിന്റെ കേസിൽ. ഫ്ലോയത്തിന്റെ കേസിൽ ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ യൂട്ടിലൈസിങ് എനർജി ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ് നടക്കുന്നത്. മെറ്റീരിയൽ ലൈക്ക് സൂക്രോസ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ഫ്ലോയം tissue using energy from ATP. This increases the osmotic pressure of the tissue, causing water to move into it. നമ്മൾ പറഞ്ഞു, this pressure moves the material in the phloem to tissue which have less pressure. അപ്പോൾ ചുറ്റുള്ളതൊക്കെ എന്താണ്? സൊല്യൂട്ട് കുറവാണ്, അതുകൊണ്ട് ഇവിടെ പ്രഷറും കുറവാണ്. അപ്പോൾ ഈ പെട്ടെന്ന് ഇവിടെ പ്രഷർ ഡെവലപ്പ് ചെയ്തപ്പോൾ ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനൊക്കെ മറ്റ് സെല്ലിലേക്ക് കൊടുത്തു. This allows the phloem to move material according to plant's need. For example, in the spring, sugar stored in root or stem tissue would be transported into the buds which need energy to grow. അതായത് നിങ്ങൾ ഈ എക്സാമ്പിളിൽ നിന്ന് ആലോചിക്കേണ്ട, ഒരു പെട്ടെന്നൊരു സീസൺ വരാൻ പോവുകയാണ്. ഈ ഒരു സീസണിൽ സൺലൈറ്റ് ഒക്കെ കുറവാണ്. അപ്പോൾ സൺലൈറ്റ് കുറവായതുകൊണ്ട് പ്ലാന്റിന് ഫോട്ടോസിന്തസിസ് പോസിബിൾ ആവണില്ല. പക്ഷെ ഫുഡ് ഇല്ലാതെ പ്ലാന്റിനെ സർവ് ചെയ്ത് പോകാനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അത് റൂട്ടിലും ഫ്രൂട്ട്സിലൊക്കെ സ്റ്റോർ ചെയ്ത എനർജി ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യും? അത് ആ റൂട്ടിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകും? അതിനെ ആ പുതിയതായിട്ട് ഉണ്ടാവുന്ന ബഡിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സെൽ റിപ്പയർ മെക്കാനിസത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നത് ലീഫിലല്ലേ? അപ്പോൾ ലീഫിൽ നിന്ന് 2 ഡയറക്ഷനിലേക്ക് പോലും മാത്രമാണോ? അല്ല, തിരിച്ചും ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത്. ആഗ്രഹമുള്ള പോലെ, ആവശ്യമുള്ള പോലെ നമുക്ക് ഫുഡ് മെറ്റീരിയലിനെ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഫോട്ടോസിന്തസിസ് നടക്കാതെ ആണെങ്കിൽ മറ്റ് സെല്ലുകളിലൊക്കെ ഫുഡ് മെറ്റീരിയലിന്റെ അളവ് കുറയും. അപ്പൊ നമ്മൾ റൂട്ടിൽ, ഇപ്പൊ ഞാൻ ടാപ്പിയോക്കേന്റെ എക്സാമ്പിൾ പറയുന്നില്ല, റൂട്ടിൽ എന്ത് ചെയ്യും? ഫുഡ് നന്നായിട്ടുണ്ട്. അപ്പൊ ചുറ്റുള്ള സെല്ല് നോക്കുമ്പോൾ അവിടെ വാട്ടർ ഒക്കെ ഉണ്ട്, പക്ഷെ ഫുഡ് മോളിക്യൂൾസ് കുറവാണ്. അപ്പൊ എവിടെയാണ് ഓസ്മോട്ടിക് പ്രഷർ ഡെവലപ്പ് ആവുക? റൂട്ടിൽ ഡെവലപ്പ് ആവും. അപ്പൊ ഫുഡ് മോളിക്യൂൾസ് മെല്ലെ മുകളിലേക്ക് ഓരോ സെല്ലിലേക്ക് കയറി. അപ്പൊ എന്താണ് പ്ലാന്റിന്റെ നീഡ്, അതിനനുസരിച്ച് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് പോസിബിൾ ആവുമെന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇവിടെ കൊടുത്ത ക്വസ്റ്റ്യൻസ്? ഞാൻ തൽക്കാലം ഇതൊന്നും വായിക്കാൻ നിൽക്കുന്നില്ല. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ഹോംവർക്ക്. ഓക്കെ, സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ നെക്സ്റ്റ് സൺഡേ ആകുമ്പോഴേക്കും അയച്ചു തരിക ആൻസറുകൾ കേട്ടോ. 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിന്റെ ആൻസർ വരുന്ന ഞായറാഴ്ച ആകുമ്പോഴേക്ക് എല്ലാവരും അയച്ചു തരാം. ഇനി 1-2 ആൾക്കാർ കൂടി ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയിൽ തന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ തരാനുണ്ട്. അതുകൊണ്ടാണ് അതിനെ പറ്റി യാതൊരു ഡിസ്കഷൻ നമ്മൾ ചെയ്യാഞ്ഞത്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ നാളെ കൂടി വെയിറ്റ് ചെയ്യുക. മറ്റന്നാൾ നമുക്ക് ഫ്രൈഡേ ആ ഒരു ഡിസ്കഷൻ, അത് മാത്സ് ക്ലാസ് ഓൾറെഡി ഉണ്ടാവും, അതിൻ്റെ പുറമെ ആ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. വിൽ സീ ഇൻ ദ വീഡിയോ. താങ്ക് യു.